മൈനിങ് പ്ലാൻ സ്യൂട്ട് ഡെമോയിലേക്ക് സ്വാഗതം. ഈ മൈനിങ് പ്ലാൻ സ്യൂട്ട് തയ്യാറാക്കിയിരിക്കുന്നത് നമ്മൾക്കൊരു മൈനിൻ്റെ ബൗണ്ടറി ഫയൽ ഉണ്ടെങ്കിൽ ആ ബൗണ്ടറി ഫയൽ ലോഡ് ചെയ്ത് ആ ബൗണ്ടറി ഫയലിൽ നിന്നും ബൗണ്ടറിക്കുള്ളിലുള്ള എലിവേഷൻ SRTM ഡാറ്റ ആണെങ്കിൽ SRTM ഡാറ്റയിൽ നിന്ന് ഫെച്ച് ചെയ്ത് അവിടെ കാണിക്കുകയും ആ എലിവേഷൻ വെച്ചിട്ട് ബെഞ്ചസ് കട്ട് ചെയ്ത് എത്ര വോളിയം ഉണ്ട്, റിസർവ് എത്രയുണ്ട് എന്ന് ചെയ്യുകയാണ് ഈ ആപ്ലിക്കേഷൻ്റെ യൂസ്. നമുക്ക് SRTM ഡാറ്റ കൂടാതെ ലിഡാർ ഡാറ്റ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് നമ്മളിപ്പം ഡ്രോൺ ലിഡാർ സർവേ നടത്തുന്നുണ്ട്. ആ ഡാറ്റ അവൈലബിൾ ആണെങ്കിൽ അതിൻ്റെ ഡിജിറ്റൽ ടെറൈൻ മോഡൽ ഉണ്ടെങ്കിൽ അതും വെച്ച് നമുക്ക് മൈനിങ് പ്ലാൻ തയ്യാറാക്കാവുന്നതാണ്. ഈ ഡെമോയിൽ 2 രീതിയിലുള്ള മൈനിങ് പ്ലാൻ പ്രിപ്പറേഷൻ ഞാൻ കാണിക്കാം. ആദ്യമേ SRTM ഡാറ്റ നമുക്ക് ഓൾറെഡി ഞാൻ SRTM ഡാറ്റ ഒരു സെർവറിൽ ഇട്ടിട്ടുണ്ട്. അത് SRTM കേരള എന്ന് പറഞ്ഞിട്ടുള്ള സെർവറിലാണ് ഇട്ടാക്കുന്നത്. SRTM ഓൾ ഇന്ത്യ ജനറൽ ഡാറ്റയാണ്. നമ്മൾക്ക് യൂസ് ചെയ്യേണ്ടത് SRTM കേരള ഡാറ്റയാണ്. ആദ്യമേ നമുക്കൊരു KML ബൗണ്ടറി ഫയൽ സെലക്ട് ചെയ്യാം. ഇത് കോമ്പസിൻ്റെ ബൗണ്ടറി ഫയൽ ആണെങ്കിലോ മൈൻ മാപ്പറിൻ്റെ ബൗണ്ടറി ഫയൽ ആണെങ്കിലോ ഏത് ഫയലും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു മൈനിൻ്റെ ബൗണ്ടറി ഫയലാണ്. ആ ബൗണ്ടറി ഫയൽ ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ആ SRTM ഡാറ്റ ഫെച്ച് ചെയ്യുവാണ്. ചിലപ്പോൾ SRTM ഡാറ്റ ഫെച്ച് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുത്തു എന്ന് വരാം, പക്ഷേ കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലും SRTM ഡാറ്റ ഫെച്ച് ആവും. ഈ SRTM ഡാറ്റ ഫെച്ച് ചെയ്ത് അതിൻ്റെ എലിവേഷൻ്റെ ഡിഫറൻസ് കളർ കോഡഡ് ആണ്. ഈ റെഡ് കളർ 70 ആണ്, ഈ ബ്ലൂ കളർ 60 ആണ്. അപ്പം 70-ൽ കൂടുതലും 60-ൽ താഴെയുമുള്ള വാല്യൂസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് നമുക്ക് ടോപ്പോഗ്രഫി മാപ്പ്. ടോപ്പോഗ്രഫി മാപ്പ് കൂടാതെ നമുക്ക് മൈനിങ് പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു വിൻഡോ കൂടിയുണ്ട്. ടോപ്പോഗ്രഫിയിലെ വിൻഡോയും മൈനിങ് പ്ലാൻ വിൻഡോയും ഇതിലുണ്ട്. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ബെഞ്ച് പാരാമീറ്റേഴ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ലീസ് ഏരിയ ഇത് 1.7150 ഹെക്ടേഴ്സ് ആണ്. മൈനിങ് ഏരിയ 1.3247 ഹെക്ടേഴ്സ് ആണ്. 7.5 മീറ്റർ നോ മൈനിങ് ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് നമുക്കിവിടെ 1.3247. ഇവിടെ നമുക്ക് ബെഞ്ച് കട്ട് ചെയ്യുന്നതിന് നമുക്ക് ബെഞ്ചിൻ്റെ ഹൈറ്റ്സ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ബൈ ഡിഫോൾട്ട് 5 ആണ് ഉപയോഗിച്ചാക്കുന്നത്. പക്ഷെ 6 വേണമെങ്കിൽ 6 ഇടാം, 7 വേണമെങ്കിൽ 7, ഏതാണോ നമുക്ക് ആവശ്യം അത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി 2.5 ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 2.6ഓ 7ഓ നമുക്ക് ആവശ്യമുള്ള സ്പെസിഫിക് ഗ്രാവിറ്റി ഉപയോഗിക്കാം. ഇപ്പം ഓർഡിനറി എർത്ത് ആണെങ്കിൽ നമുക്കിവിടെ 2 ഇടാം. സോയിൽ തിക്നെസ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാവുന്നതാണ്. സോയിൽ തിക്നെസ് നമ്മൾ ഈ കമ്പ്യൂട്ടേഷന് വേണ്ടി 1 മീറ്റർ സോയിൽ തിക്നെസ് ആണ് ജനറലായിട്ട് ആവറേജ് 1 മീറ്റർ സോയിൽ തിക്നെസ് ആണ്. വേണമെങ്കിൽ നമുക്ക് ഈ കോറിയുടെ നെയിം കൊടുക്കാം. ഇത് റിപ്പോർട്ടിൻ്റെ അകത്ത് റിഫ്ലക്ട് ചെയ്യും. മിനറൽ എന്ന് പറയുന്നത് സെലക്ട് ചെയ്ത് ഗ്രാനൈറ്റ് ബിൽഡിംഗ് സ്റ്റോൺ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യണം ബെഞ്ച് കട്ടിങ്. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബെഞ്ച് കട്ടിങ് ഇനീഷ്യലൈസ് ചെയ്യും. ബെഞ്ച് കട്ടിങ് ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അടുത്തത് ബെഞ്ച് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് ആയിട്ട് കാണിക്കുന്നത്, ഈ വിൻഡോ നമ്മൾ ക്ലോസ് ചെയ്യരുത്. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്യത്തില്ല, കട്ടിങ് അവിടെ സ്റ്റോപ്പ് ചെയ്യും. അതുകൊണ്ട് ഈ വിൻഡോ എപ്പോഴും ഓപ്പൺ ആക്കി വെക്കണമെന്നാണ് ഈ നോട്ടീസിൽ കാണിക്കുന്നത്. നമ്മൾ അത് ഓക്കെ പ്രസ് ചെയ്യുക. ഇവിടെ ടോപ്പ് സ്ലൈസിങ് ഉണ്ടായതുകൊണ്ട് ഇവിടെ നമുക്ക് കാണാം ടോപ്പ് സ്ലൈസിങ് എത്ര ഹൈറ്റ് തൊട്ട് എത്ര ഹൈറ്റ് വരെയാണ് എന്ന് പറയുന്നുണ്ട്. ഓരോ ബെഞ്ചസും കട്ട് ചെയ്യുന്നതിൻ്റെ ട്രേസസ് ആയിട്ട് നമുക്ക് കാണുകയും ചെയ്യാം. ബെഞ്ച് കട്ടിങ്ങിന് വളരെയധികം കമ്പ്യൂട്ടേഷൻസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും, കുറച്ച് ഡിലേ ഉണ്ടാവും. ഇവിടെ നമ്പർ ഓഫ് ബെഞ്ചസ് നമ്മൾ സെലക്ട് ചെയ്താക്കുന്ന മാക്സിമം പോസിബിൾ ബെഞ്ചസ് ആണ് സെലക്ട് ചെയ്താക്കുന്നത്.
അതായത് മാക്സിമം എത്ര ഡെപ്ത് വരെ നമുക്ക് മൈൻ ചെയ്യാൻ പറ്റും അത്രയും ഡെപ്ത് നമ്മൾ കട്ട് ചെയ്യും. നമ്മൾക്ക് ഈ ബെഞ്ചസ് നമുക്ക് ലിമിറ്റ് ചെയ്യാം. നമുക്ക് 5 ബെഞ്ച് മതിയെങ്കിൽ ഈ മാക്സിമം പോസിബിളിൻ്റെ അവിടെ 5 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5 ബെഞ്ചായിട്ട് കിട്ടും. 6 7 എത്രയാണോ നമ്മുടെ ആവശ്യകത അവിടെ നമുക്ക് നമ്പർ ഓഫ് ബെഞ്ചസും അവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ ബെഞ്ച് കട്ടിങ് അവസാനിച്ചിട്ടുണ്ട്. ബെഞ്ച് കട്ട് ചെയ്ത് കഴിഞ്ഞു. ബെഞ്ച് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ബെഞ്ചസ് ഇരിക്കുന്നതെന്നും ഇവിടെ ബെഞ്ച് 1 to ബെഞ്ച് 10 ഉണ്ട്. ഇതെവിടെ എങ്ങനെയാണ് അതിൻ്റെ ലേഔട്ട് നമുക്ക് കാണാൻ പറ്റും. കൂടാതെ നമുക്കിവിടെ ഈ പ്രൊഫൈൽ മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഫൈൽ ടൂൾ എടുത്തിട്ട് നമുക്ക് പ്രൊഫൈൽ വരച്ച് നമുക്ക് നോക്കാവുന്നതാണ്. ഇതിൻ്റെ സെക്ഷൻ AB എന്ന് പറഞ്ഞുള്ള സെക്ഷനാണിത്. ഈ സെക്ഷൻ നമുക്ക് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം. നമ്മൾക്ക് ഏത് സെക്ഷനാണോ വരയ്ക്കേണ്ടത് അവിടെ ഈ ടൂൾ എടുത്ത് ഇവിടെ അതിൻ്റെ പുറത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെയും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സെക്ഷൻ അവിടെ മാർക്ക് ചെയ്ത് വരും. ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടെ ടോപ്പ് സ്ലൈസിങ് ഉണ്ട്. നമുക്കത് നോക്കാം, എവിടെയാണ് ടോപ്പ് സ്ലൈസ് ചെയ്താക്കുന്നത് നോക്കാം. വേറൊരു സെക്ഷൻ വരച്ചിട്ട് നമുക്കിങ്ങനെ നോക്കാവുന്നതാണ്. ഈ ചാർട്ട് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ കുറച്ച് ഭാഗത്ത് ഇവിടെ ടോപ്പ് സ്ലൈസ് ആണ്. ആ ടോപ്പ് സ്ലൈസ് ചെയ്ത ഭാഗത്ത് കളറൊന്നുമില്ല, വൈറ്റ് കളറാണ്. പക്ഷേ അവിടെ സോയിൽ പ്രൊഫൈൽ ഉണ്ട്. സോയിൽ ഉണ്ടായതുകൊണ്ട് അതിനൊരു ബ്രൗൺ കളറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സോയിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ വൈറ്റ് കളറായിരിക്കും കിട്ടുക. ഇത് കഴിഞ്ഞ് നമ്മൾക്ക് ഇതിൻ്റെ 3D മാപ്പ് ക്രിയേറ്റ് ആയി. നമ്മൾക്ക് ബെഞ്ച് മാപ്പിൻ്റെ 3D ഇവിടെ നമുക്ക് ലഭ്യമാണ്. നമുക്ക് പില്ലറിൻ്റെ നമ്പേഴ്സും ഉണ്ട്. 3D എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇത് ബെഞ്ച് കട്ട് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് കാണാം. ഈ 3Dയിൽ നമുക്ക് ഒറിജിനൽ സർഫസ് മാത്രം മതിയെങ്കിൽ ഒറിജിനൽ സർഫസ് മാത്രമായിട്ട് കാണാൻ പറ്റും. ആ ഒറിജിനൽ സർഫസ് ഇങ്ങനെയായിരിക്കും കാണുന്നത്. ഈ ബെഞ്ചും സർഫസ് നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. ബെഞ്ച് സർഫസ് കാണിക്കും. 2 സർഫസും കൂടെ വേണമെങ്കിൽ നമുക്ക് 2 സർഫസും കൂടെ കാണാം. കൂടാതെ ഇതിൻ്റെ കോണ്ടൂർ മാപ്പ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോണ്ടൂർ മാപ്പും ഇവിടെ എടുക്കാൻ പറ്റും. മാത്രമല്ല ഇപ്പോൾ നമ്മൾ ബെഞ്ച് കാണുവാണെങ്കിൽ ഒരു 3D എഫക്റ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം എക്സാജറേഷൻ ഒന്നുമില്ല. എക്സാജറേഷൻ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 3D എഫക്റ്റ് നമുക്ക് കൂട്ടാം, പെർസെപ്ഷൻ കൂട്ടാം. 3D കൂടുതൽ 3D ആയിട്ട് അപ്പിയറൻസ് വരും. ഇത് കൂടാതെ നമ്മൾക്ക് കമ്പ്യൂട്ടേഷൻ ഓൾറെഡി നമ്മൾ ഓർ സമ്മറിയാണിത്. എത്ര എലിവേഷനിലാണ് ടോപ്പ് സ്ലൈസിങ് ഉണ്ട്, അവിടെ എത്രയാണ് മിനറൽ ലഭ്യമാകുന്നത് എന്നുള്ളതാണ് ഈ ഡാറ്റ ഇവിടെ കാണിക്കുന്നത്. ഓരോ ബെഞ്ചിലും എത്ര മിനറലുണ്ട്, എലിവേഷൻ എത്രയായിരുന്നു, ബെഞ്ചിൻ്റെ തിക്നെസ് ആണ്, എലിവേഷൻ എത്രയാണ്, ഓർ വോളിയം എത്രയുണ്ട്, കുമുലേറ്റീവ് ഓർ വോളിയം എത്രയുണ്ട്, ഓർ വെയിറ്റ് എത്ര ഉണ്ട്, കുമുലേറ്റീവ് ഓർ വെയിറ്റ് എത്ര ഉണ്ട്. ഈ ഓർ വെയിറ്റ് കാണിക്കുന്നത് നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് അത് വെച്ചിട്ടാണ് കാണിക്കുന്നത്. നമ്മളിവിടെ സ്പെസിഫിക് ഗ്രാവിറ്റി 2.5 വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. ബെഞ്ച് ഹൈറ്റും നമുക്ക് അറിയാം. ഇവിടെ വാല്യൂസ് നോക്കിക്കഴിഞ്ഞാൽ 5 മീറ്റർ ആണ് ബെഞ്ച് ഹൈറ്റ് വരുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ഓവർ ബർഡൻ സമ്മറിയും കിട്ടും. 3 ബെഞ്ചസ് വരെ നമുക്ക് ഓവർ ബർഡൻ കിട്ടുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ അറിയാം, നമുക്ക് ഇവിടെ തേർഡ് ബെഞ്ച് വരെ ഓവർ ബർഡൻ ഇവിടെ കട്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് 3 ബെഞ്ച് വരെ നമുക്ക് ഓവർ ബർഡൻ നമ്മൾക്ക് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് മൈനിങ് പ്ലാൻ സമ്മറി കിട്ടും. നമ്മൾ ടോട്ടൽ ലീസ് ഏരിയ, ടോട്ടൽ മൈനിങ് ഏരിയ, എലിവേഷൻ സോഴ്സ് SRTM ആണ്, മാക്സിമം എലിവേഷൻ, മിനിമം എലിവേഷൻ, ബെഞ്ച് കട്ടിംഗ് സ്റ്റാർട്ടഡ് അറ്റ്, ബെഞ്ച് വിഡ്ത്ത്, ബെഞ്ച് ഹൈറ്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി, സോയിൽ തിക്നെസ്, നമ്പർ ഓഫ് ബെഞ്ചസ് കട്ട്, ഡെപ്ത് ഓഫ് ദ മൈൻ ഫ്ലോർ ലെവൽ, അൾട്ടിമേറ്റ് പിറ്റ് ഡെപ്ത് റീച്ച്ഡ്. യെസ്, നമ്മൾ അൾട്ടിമേറ്റ് മാക്സിമം ഡെപ്ത് ആണ് നമ്മൾ സെലക്ട് ചെയ്ത്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ബെഞ്ചസിൻ്റെ നമ്പേഴ്സ് നമുക്ക് കൊടുക്കാം. 5 എന്ന് പറഞ്ഞു കൊടുത്താൽ 5 കട്ട് ചെയ്തുള്ളൂ. ടോപ്പ് സ്ലൈസിങ് ഉണ്ടോ എന്ന് ചോദ്യമുണ്ട്. ഉണ്ട്. ജിയോളജിക്കൽ റിസർവ് ഉണ്ട്. ബ്ലോക്ക്ഡ് ഇൻ മൈനിങ്, നോ മൈനിങ് ഏരിയ, റിസർവ് ബ്ലോക്ക്ഡ് ഇൻ ബെഞ്ചസ്. മൈനബിൾ റിസർവ് ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്, ബോൾഡായിട്ട് കാണിച്ചേക്കുന്നത്. നമ്മൾ പലപ്പോഴും ഈ റോഡുണ്ട്, ഒരു ബെഞ്ചിൽ നിന്ന് മറ്റൊരു ബെഞ്ചിലേക്ക് നമുക്ക് ഹൗളേജ് റോഡുണ്ട്. ഹോൾ റോഡിൻ്റെ എത്രയാണ്, നമ്മളത് ഒരു കാൽക്കുലേഷൻ നടത്തിയിട്ടുണ്ട്. ഒരു 10 ഡിഗ്രി ചെരിവിൽ ഒരു റോഡ് വെട്ടിയാൽ നമുക്ക് താഴത്തേക്ക് ഇറങ്ങാനായിട്ട് റോഡുണ്ടെങ്കിൽ അവിടെ ബ്ലോക്ക് ആകുന്ന എത്രയാണ് മിനറൽ എന്നും ഇവിടെ
കമ്പ്യൂട്ടേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഈ ലെങ്ത് ബ്രെഡ്ത്ത് റേഷ്യോ എത്രയാണ് ഈ ഒരു പ്ലോട്ടിൻ്റെ, അപ്പം 1.56 ആണ്. പിന്നെ ടെക്നിക്കൽ നോട്ടുണ്ട്. ടെക്നിക്കൽ നോട്ടിൻ്റെ അകത്ത് എല്ലാവരും വായിച്ചു നോക്കണം എന്താണെന്നുള്ളത്. കൂടാതെ നമുക്ക് ഈ റിപ്പോർട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇതാണ് റിപ്പോർട്ട്. റിപ്പോർട്ടിൻ്റെ അകത്ത് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള നമ്മൾ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, പില്ലർ ടു പില്ലർ ഡിസ്റ്റൻസ്, ബെയറിംഗ് എത്രയാണ് എന്ന് നമ്മൾ കാണിക്കുന്നുണ്ട്. പിന്നെ മൈൻ ബൗണ്ടറി സ്കെച്ച്, മൈൻ ബൗണ്ടറി സ്കെച്ചിൻ്റെ അകത്ത് പില്ലർ ടു പില്ലർ ഡിസ്റ്റൻസ് നമ്മൾ കാണിക്കുന്നുണ്ട്. കൂടാതെ മിനറൽ റിസർവ് എത്രയാണ്, മൈനിങ് പ്ലാൻ സമ്മറി ഉണ്ട്, ബെഞ്ച് വൈസ് ഓർ സമ്മറി ഉണ്ട്, ബെഞ്ച് വൈസ് ഓർ ബർഡൻ സമ്മറി ഉണ്ട്, ബെഞ്ച് ഫ്ലോർ ഏരിയ സമ്മറി. ഓരോ ബെഞ്ചും കട്ട് ചെയ്യുമ്പോൾ ആ ഫ്ലോർ ഏരിയ എത്രയാണ്. ഇവിടെ നമുക്ക് ലാസ്റ്റ് ബെഞ്ചിൻ്റെ ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് 148.13 സ്ക്വയർ മീറ്റേഴ്സ് ആണ്. കൂടാതെ നമുക്ക് ടോപ്പോഗ്രാഫിക് മാപ്പ് കിട്ടും, ബെഞ്ച് മാപ്പ് ഉണ്ട്. എന്താണ് ആ മുകളിൽ നമ്മൾ അവിടെ ഒറിജിനലായിട്ട് ആ സ്ക്രീനിൽ കാണുന്നത്, അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇത്രയുമാണ് നമ്മൾക്ക് ഒരു SRTM ഡാറ്റ വെച്ച് നമ്മൾക്ക് ബെഞ്ച് ക്രിയേഷൻ. ഇതാണ്. അടുത്തതായിട്ട് നമ്മൾക്ക് ഈ അടുത്ത ഒരു ഡാറ്റ എടുക്കാം. അത് നമുക്ക് ലിഡാർ ഡാറ്റയാണ്. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ റീസെറ്റ് ചെയ്യുക. റീസെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ലിഡാർ സെലക്ട് ചെയ്യാം. ലിഡാർ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഫയൽ ചൂസ് ചെയ്യാൻ പറയും. അത് നമുക്ക് ഡ്രോൺ സർവേയുടെ ഫയൽ DTM ഫയലുണ്ട്, ആ ഫയൽ ചൂസ് ചെയ്യുക. ഡ്രോൺ ഡാറ്റ ഇത് അപ്ലോഡ് ചെയ്തു. അത് കഴിഞ്ഞ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള KML ഫയൽ നമ്മൾ ചൂസ് ചെയ്യണം. ഇപ്പം എലിവേഷൻ ഡാറ്റ നമ്മൾ ലിഡാർ ബേസ്ഡ് ഡാറ്റാബേസിൽ നിന്നുള്ള എലിവേഷൻ നമ്മൾ ഫെച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ എലിവേഷൻ എങ്ങനെയാണെന്ന് ഇവിടെ നമുക്ക് പ്രൊഫൈൽ വരച്ചിട്ട് നമുക്ക് നോക്കുകയും ചെയ്യാം. എങ്ങനെയാണ് എലിവേഷൻസ്, ഇങ്ങനെയാണ്. അവിടെ ചെറിയ പ്രൊട്രൂഷനൊക്കെ ഉണ്ട്. ഈ ഭാഗത്തൊക്കെ ചെറിയ ആയിട്ട് ഇവിടെ കുറച്ച് പൊങ്ങി നിൽപ്പുണ്ട് പാറ. അതൊക്കെ ഇവിടെ ക്ലിയർ ആയിട്ട് ഈ സെക്ഷനിലും നമുക്ക് കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് ഈ കട്ട് ചെയ്യാം, ബെഞ്ച് കട്ട് ചെയ്യാം. നമുക്ക് സോയിൽ തിക്നെസ് ആവശ്യമുള്ളത് എന്താണെന്നുള്ളത് നമുക്ക് കൊടുക്കാം. ഇനീഷ്യലൈസ് ബെഞ്ച് കട്ടിംഗ് ആണ്. ഇനീഷ്യലൈസ് ചെയ്യാം. അത് കഴിഞ്ഞ് കട്ട് ബെഞ്ചസ്. ഏരിയ കുറവാണെങ്കിൽ ബെഞ്ച് കട്ടിങ് കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 0.9833 ഹെക്ടേഴ്സ് ആണ്. മൈനിങ് ഏരിയ 0.7108 ഹെക്ടേഴ്സ് ആണ്. ഇത് പെട്ടെന്ന് തന്നെ ഇത് ബെഞ്ച് കട്ടിങ് കഴിയും. ഏരിയ കൂടുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ ടൈം എടുക്കും. നമുക്ക് ബെഞ്ച് മാപ്പായി 3D മാപ്പ് ഉണ്ട്. 3D മാപ്പ് കട്ട് ചെയ്താക്കുന്ന 3D മാപ്പ് ഉണ്ട്, ബെഞ്ച് മാപ്പ് ഉണ്ട്. ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. നമുക്ക് ഈ ബെഞ്ച് കട്ട് ചെയ്ത് കഴിഞ്ഞ് ബെഞ്ച് മാപ്പ് നമുക്ക് ഈ ക്രസ്റ്റ് ലൈൻസ് മാത്രം കാണിക്കാം. അതായത് ബെഞ്ചിൻ്റെ ലൈൻസ്. നാളെ മൈനിങ് സ്റ്റാർട്ട് ചെയ്തു, താഴെ മൈൻ ചെയ്ത് ബെഞ്ചസ് ആക്ച്വലായിട്ടുള്ള ബെഞ്ചസ് പോലെ തന്നെയാണോ മൈൻ ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ക്രസ്റ്റ് ലൈൻ നമ്മൾ കാണിക്കുന്നത്. ഇത് ഇങ്ങനെ ബെഞ്ചിൻ്റെ ക്രസ്റ്റ് ലൈനാണ്. അപ്പോൾ ആക്ച്വലായിട്ട് ഇവിടെ മൈനിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആണ് ഫസ്റ്റ് ബെഞ്ച് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ച് നമുക്ക് നോക്കാവുന്നതാണ്. കൂടാതെ ടോപ്പോഗ്രാഫി മാപ്പ് നമുക്ക് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ സർഫസും ഇവിടെ കാണാവുന്നതാണ്. മറ്റൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ പ്രൊഫൈൽ മോഡ് മാറ്റി മെഷർ മോഡ് ആണെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസോ ലെങ്തോ എല്ലാം മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെഷർ ചെയ്യാവുന്നതാണ്. വാല്യൂസ് ഇവിടെ വരുന്നുണ്ട്.
Thank you for watching the demo.